പോയി പഠിക്കുക, അവിടെ ജോലി നേടുക എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ ഇപ്പോൾ US ഭരണകൂടം കൊണ്ടുവരുന്ന ഒരു പുതിയ വിസ നിയമം ഈ സ്വപ്നങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകാൻ പോകുകയാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ എത്ര കാലം തുടരാം എന്നതിനെ പൂർണ്ണമായും മാറ്റിയെഴുതുന്ന ഒരു സുപ്രധാന തീരുമാനത്തിന് വൈറ്റ് ഹൗസ് അനുകൂല തീരുമാനം എടുത്തിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്താണ് ഈ പുതിയ വിസ പരിഷ്കാരം? ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നിലവിലെ സിസ്റ്റം എന്താണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. നിലവിൽ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന മിക്ക അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് F1 വിസയിലുള്ളവർക്ക് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന ആനുകൂല്യം ലഭിക്കാറുണ്ട്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ വിസ നിയമങ്ങൾ പാലിച്ച് ഒരു ഫുൾ ടൈം വിദ്യാർത്ഥിയായി തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കൃത്യമായ ഒരു അവസാന തീയതി, അതായത് ഫിക്സഡ് എൻഡ് ഡേറ്റ് ഇല്ലാതെ അമേരിക്കയിൽ തുടരാൻ സാധിക്കും. ഈ സിസ്റ്റം വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പഠനകാലം നീട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം, ഒരു കോഴ്സിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാനുള്ള എളുപ്പം, ഉദാഹരണത്തിന് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യുക, അതുപോലെ ഒരു സർവകലാശാലയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാനുള്ള അനുമതി, പഠനത്തിന് ശേഷം ലഭിക്കുന്ന OPT അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, STEM OPT എന്നിവ സുഗമമായി പൂർത്തിയാക്കാനുള്ള അവസരം എന്നിവ ഉണ്ടായിരുന്നു. പുതിയ നിയമപ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ പറഞ്ഞ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് സിസ്റ്റം പൂർണ്ണമായും നിർത്തലാക്കും. പകരം ഫിക്സഡ് പീരീഡ് ഓഫ് അഡ്മിഷൻ അഥവാ കൃത്യമായി നിശ്ചയിച്ച ഒരു സമയപരിധി വിസയ്ക്ക് ഏർപ്പെടുത്തും. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സമർപ്പിച്ച ഈ നിർദ്ദേശത്തിന് വൈറ്റ് ഹൗസ് ഓഫീസിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. മുൻപത്തെ നിർദ്ദേശങ്ങൾ പ്രകാരം മിക്ക F1, J1 വിസക്കാർക്കും പരമാവധി 4 വർഷത്തെ കാലാവധിയായിരിക്കും അമേരിക്കയിൽ അനുവദിക്കുക. അല്ലെങ്കിൽ അവരുടെ കോഴ്സിന്റെ കാലാവധി ഇതിൽ ഏതാണോ ചെറുത് അതിൽ കൂടുതൽ കാലം പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് പ്രത്യേകമായി അപേക്ഷ നൽകി അനുമതി വാങ്ങേണ്ടി വരും. അതായത് വിദ്യാർത്ഥിയായി തുടരുന്നു എന്നതുകൊണ്ട് മാത്രം ഇനി അവിടെ തങ്ങാൻ സ്വയമേ അനുവാദം ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണ് അമേരിക്കൻ സർക്കാർ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്? വിദേശ വിദ്യാർത്ഥികൾ വിസ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും വിസ കാലാവധി കഴിഞ്ഞും നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്താനും നിലവിലെ D&S സിസ്റ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നത്. കൃത്യമായി ഒരു അവസാന തീയതി വെക്കുന്നതിലൂടെ ഇമിഗ്രേഷൻ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും കർശനമായ നിയമപാലനം ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഈ പുതിയ തീരുമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. അമേരിക്കയിലേക്ക് പഠനത്തിനായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കും. പ്രധാനമായും 10 ബുദ്ധിമുട്ടുകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫിക്സഡ് വിസ ടൈം ലൈൻ ആണ്. കോഴ്സ് കഴിയുന്നത് വരെ സ്വയമേ അവിടെ തുടരാൻ സാധിക്കില്ല. വിസയ്ക്ക് കൃത്യമായ അവസാന തീയതി ഉണ്ടാകും. കൂടുതൽ പേപ്പർ വർക്കുകളും അനിശ്ചിതത്വവും ചിലപ്പോൾ നേരിടും. 4 വർഷത്തിൽ കൂടുതൽ സമയമെടുക്കുന്ന കോഴ്സുകൾക്ക്, ഉദാഹരണത്തിന് PhD അല്ലെങ്കിൽ റിസർച്ച് വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് വെച്ച് വീണ്ടും വിസ നീട്ടാൻ USCISനെ സമീപിക്കേണ്ടി വരും. ഓരോ അപേക്ഷയിലും കനത്ത പരിശോധനയും പ്രോസസ്സിംഗ് വൈകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് വർദ്ധിച്ചു വരുന്ന ചെലവുകളാണ്. വിസ നീട്ടാനുള്ള അപേക്ഷകൾക്കൊപ്പം ബയോമെട്രിക്സ് പരിശോധനകളും അധിക ഫീസും നൽകേണ്ടി വരും. അടുത്തത് PhD വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. സാധാരണയായി ഒരു PhD പൂർത്തിയാക്കാൻ 5 മുതൽ 7 വർഷം വരെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ 4 വർഷത്തെ സമയപരിധി ഇവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അടുത്തത് പ്ലാനുകൾ മാറ്റാനുള്ള സ്വാതന്ത്ര്യം കുറയുമെന്ന് അധികാരികൾ പറയുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയോ കോഴ്സോ മാറണമെങ്കിൽ ഇനി പ്രത്യേക സർക്കാർ അനുമതികൾ ആവശ്യമായി വരും. അടുത്തത് ഗ്രേസ് പീരീഡ് കുറയും. നിലവിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടരാൻ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഇത് 30 ദിവസമായി ചുരുക്കിയേക്കും. അടുത്തത് സ്റ്റാറ്റസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. വിസ നീട്ടാനുള്ള അപേക്ഷകൾ കൃത്യസമയത്ത് നൽകിയില്ലെങ്കിലോ അനുമതി നിഷേധിക്കപ്പെട്ടാലോ നിയമവിരുദ്ധമായ താമസമായി കണക്കാക്കി കർശന നടപടികൾ നേരിടേണ്ടി വരും. ഇനിയുള്ളത് അക്കാദമിക് താമസമാണ്. അതായത് തീസിസ് സബ്മിഷൻ വൈകുകയോ ഒരു സെമസ്റ്റർ അധികം പഠിക്കേണ്ടി വരികയോ ചെയ്താൽ അത് വിസയെ നേരിട്ട് ബാധിക്കും. ഇനി കുടുംബാംഗങ്ങളുടെ ആശങ്ക കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും മറ്റും കുട്ടികളെ അമേരിക്കയിലേക്ക് അയക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഈ പുതിയ അനിശ്ചിതത്വം
വലിയ മാനസിക സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്തത്, യൂണിവേഴ്സിറ്റികൾക്കും കനത്ത ജോലിഭാരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പുറമെ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇമിഗ്രേഷൻ സ്പോൺസർമാർക്കും ഇത് വലിയ രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഈ നിയമം എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ നിയമം നിലവിൽ വന്നിട്ടില്ല. വൈറ്റ് ഹൗസ് ഇതിന്റെ അന്തിമ അവലോകനം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. അടുത്ത ഘട്ടമായി ഇത് ഫെഡറൽ രജിസ്ട്രേഷനിൽ പ്രസിദ്ധീകരിക്കും. അതിനുശേഷമായിരിക്കും ഇത് നടപ്പിലാക്കുന്ന തീയതി പ്രഖ്യാപിക്കുക. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2026 തന്നെ ഇത് പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഏകദേശം 30 മുതൽ 60 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ. നിലവിൽ അമേരിക്കയിലേക്ക് അപേക്ഷിക്കുന്നവരോ വിസ അപ്പോയിന്റ്മെന്റുകൾക്കായി കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ വിദ്യാർത്ഥികൾ ഉടനടി പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ DHA, USCIS എന്നിവയുടെ പുതിയ അറിയിപ്പുകളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി കാര്യാലയത്തിന്റെ നിർദ്ദേശങ്ങളും കാര്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അമേരിക്കൻ വിദ്യാഭ്യാസം കൂടുതൽ സങ്കീർണവും നിയമങ്ങളാൽ നിയന്ത്രണവുമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പുതിയ നിയമത്തിന്റെ കൃത്യമായ പൂർണ്ണരൂപം ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ മാത്രമേ OPT പോലെയുള്ള തൊഴിലവസരങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാകൂ.